ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1175 ദിവസമായി ഇന്ന് 2024 ആഗസ്റ്റ് മാസം 2-ാം തീയതി വെള്ളിയാഴ്ച. 1199 ആണ്ട് കർക്കിടക മാസം 18-ാം തീയതി. ഗുരുവചനങ്ങളിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ ഒരിക്കൽ സഹോദരൻ അയ്യപ്പനോട് പറഞ്ഞതിൽ നിന്ന്: വനാന്തരങ്ങളിൽ ജീവിക്കുന്ന മൃഗങ്ങളെ അവയുടെ സഹജമായ വാസനകൾ തന്നെ അതിരുകടന്ന ശാരീരിക ആവശ്യങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്തുന്നു. ആന തടിച്ച് ശക്തിയുള്ളതായിരിക്കുന്നത് അസവാരിഷ്ടങ്ങളൊന്നും സേവിച്ചിട്ടല്ല. കുറുനരി പകൽ മുഴുവനും ചുരുണ്ടുകൂടി വല്ല കുണ്ടിലും മൗനമായി കിടക്കുന്നു. എല്ലാവരും ഉറക്കമായതിനു ശേഷമേ അവൻ പുറത്തു വരുന്നുള്ളൂ. 2 ഞണ്ടും പിടിച്ചു നിന്ന് ചന്ദ്രികയിൽ ധവളമായൊഴുകുന്ന കാട്ടരുവിയിൽ നിന്ന് അല്പം വെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ അവൻ സന്തുഷ്ടനായി പാട്ടും പാടി രാത്രി കഴിച്ചുകൊള്ളും. അതുകൊണ്ട് കുറുനരിക്കൊരു ദോഷവും വരുന്നില്ല. അവൻ്റെ കഴുത്ത് തലയണ പോലെ വീർത്തിരിക്കുകയും രോമങ്ങൾ എണ്ണയിട്ടതുപോലെ മിനുങ്ങുകയും ചെയ്യുന്നു. ഒടുങ്ങാത്ത ആവശ്യങ്ങൾ മനുഷ്യർക്കല്ലാതെ മറ്റൊരു മൃഗത്തിനുമില്ല. അവൻ ഭൂമുഖത്തെല്ലാം സംഹാരതാണ്ഡവം ചെയ്തു നടക്കുന്നു. പോകുന്നിടത്തെല്ലാം ശൂന്യതയുടെ കരിനിഴൽ പരത്തുന്നു. മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു. പച്ച നിറഞ്ഞ പ്രകൃതിയെ വികൃതമാക്കി ശൂന്യതയിൽ ആഴ്ത്തുന്നു. അതിനു പകരം വൃത്തികെട്ട പുക നിറഞ്ഞ പട്ടണങ്ങൾ മെനഞ്ഞുകൂട്ടുന്നു. കടിഞ്ഞാണില്ലാത്ത അവൻ്റെ ലോഭത്തിന് ഇതെല്ലാം അനിവാര്യമാണ്. ഭൂമുഖം കൊണ്ട് മാത്രം അവൻ തൃപ്തനാകുന്നില്ല. ഭൂഗർഭത്തിലേക്ക് തുരന്നു കയറി ഈ ഗോളത്തിൻ്റെ കെട്ടുറപ്പ് തകർത്ത് കളയുന്നു. നോക്കുന്നിടത്തെല്ലാം കൽക്കരിയും ഇരുമ്പും തന്നെ. അവനൊരു വ്യവസ്ഥയുമില്ല. മനുഷ്യൻ്റെ നന്മയിൽ താൽപ്പര്യമുണ്ടെന്ന് പറയുന്ന രാഷ്ട്രം ഒരു കുഷ്ഠരോഗി ദുരിതം സഹിക്കാനാവാതെ മരിച്ചു കളയുവാൻ ശ്രമിച്ചാൽ അത് മനുഷ്യത്വത്തിൻ്റെ പേരിൽ തടയും. അതേസമയം ഒരു മനുഷ്യ സമൂഹത്തെ ഒന്നായി തന്നെ തുലച്ചു കളയുവാൻ സമൂഹ നന്മയുടെയോ മതത്തിൻ്റെയോ പേരിൽ തീരുമാനിക്കുകയും ചെയ്യും. മറ്റുള്ള മൃഗങ്ങളെക്കാൾ ബുദ്ധിമാനെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യന് അവൻ സ്വയം എന്തു ചെയ്യുന്നു എന്നറിഞ്ഞുകൂടാ. ഹോ, മനുഷ്യൻ അവനെല്ലാം നശിപ്പിക്കും. അതുകൊണ്ടേ അവന് തൃപ്തി വരികയുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.